അർജുന്റെ ലോറിക്ക് അർജുന്റെ പേരാണ് ഇടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ശേഷം ഈ തെരുവിൽ ഒരു കുംഭസാരം നടക്കാൻ പോകുന്നു. സമ്മതമില്ലാത്ത കാര്യമാണ്. അമ്മയടക്കം എന്താ സാറേ പ്രശ്നം? ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനം? ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമൻ? ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല. അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല, എനിക്ക് അതാ പേടി. മാൽപ്പയെ കൊണ്ടുവന്നത് മനാഫ്കയാണ്. ഈ മനാഫ്കയും മാൽപ്പയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു. ഞാൻ അനുഭവിച്ച വീർക്കൂടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. എടോ താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോ അത് അർജുനായിട്ട് നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. അന്നൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചതാണ്. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. നിന്റെ കോംപ്ലക്സ് അതാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നത് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനു. എന്നാ പിന്നെ സുഖമായിരുന്നു പോരേനല്ലോ. അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ പിരിവ് നടത്തുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തി. എന്താ ഇതിന്റെ ഒരു ലൈൻ? മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ.